സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മീരയുടെ കൊലപാതകം വരെയും ചുരുളഴിയുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഈ പ്രകാശിനെ കണ്ടതോടുകൂടി നന്ദൻ ചോദിക്കുന്നുണ്ട്, പ്രകാശ് നീയാണോ എന്നെ തട്ടിക്കൊണ്ട് വന്നത്? നീ എന്തിനാണ് എന്നെ തട്ടിക്കൊണ്ട് വന്നത്? എന്നെ കൊല്ലാനാണോ എന്ന് ചോദിക്കുമ്പം, നിന്നെ കൊല്ലാനാണെങ്കിൽ എനിക്കത് എസ്തപ്പാൻ്റെ വീട്ടിൽ വലിച്ച് തന്നെ ചെയ്യായിരുന്നല്ലോ. ഞാൻ നിന്നെ തട്ടിക്കൊണ്ട് വന്നത് അതിനൊന്നുമല്ല. എനിക്കൊരു കാര്യം അറിയണം. എന്ത് കാര്യമാണെന്ന് ചോദിക്കുമ്പം, മീരയെ കൊന്നത് ആരാണെന്ന് ചോദിക്കണം. അന്നേരം നന്ദൻ ചോദിക്കുന്നുണ്ട്, മീരയെ കൊന്നത് നീയല്ലേ? അതിനല്ലേ നീ ജയിലിൽ പോയാൽ? പിന്നെ എന്താ നീ എന്നോട് ഇങ്ങനെ ചോദിക്കണേന്ന് ചോദിക്കുമ്പം, ഞാൻ ജയിലിൽ പോയി എന്നുള്ളതൊക്കെ നേരാ, പക്ഷേ മീരയെ കൊന്നത് ഞാനല്ല. എനിക്ക് അവളെ ജീവനായിരുന്നു. ഞാൻ അവളെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. പിന്നെ ഞാൻ അവളെ എന്തിനാ കൊല്ലണേന്ന് ചോദിക്കുമ്പം, പിന്നെ നീ ജയിലിൽ പോയി എന്തിനാ? തെളിവുകളെല്ലാം നിനക്കെതിരായിരുന്നല്ലോ എന്ന് പറയുമ്പം, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ കേസിൽ നിരപരാധിയാണ്. എനിക്ക് മീരയുടെ കൊലപാതകി ആരാന്നറിയണമെന്ന്. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ പ്രകാശ. അന്ന് ആ കേസ് അന്വേഷിച്ചപ്പം തെളിവെല്ലാം നിനക്കെതിരായിരുന്നല്ലോ. അപ്പം ഞങ്ങളും വിചാരിച്ചത് നീ തന്നെയാണ് കൊന്നേന്നാ. നീ വെറുതെ എന്നെ പറ്റിക്കാൻ പറയണതാണോ? നീയല്ലേ മീരയെ കൊന്നേന്ന് ചോദിക്കുമ്പം, അല്ലട നന്ദ, ഞാനല്ല കൊന്നേന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയാണ്. ദേവിക ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവികയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുത്തതും അരുന്ധതി മേഡം ആണല്ലോ വിളിക്കണേന്നും പറഞ്ഞ് ദേവിക വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്തിട്ട് ദേവിക എന്താന്ന് ചോദിച്ചതും, ദേവിക എന്നെ മനസ്സിലായില്ലോ എന്ന് ചോദിക്കണു. അരുന്ധതി അല്ലേ കാര്യം പറഞ്ഞോന്ന് പറയണു. അന്നേരം അരുന്ധതി ചോദിക്കുന്നുണ്ട്, ദേവിക ദേഷ്യത്തിലാണെന്ന് തോന്നണമല്ലോ എന്ന് പറയുമ്പോൾ, പിന്നെ ഞാൻ ദേഷ്യപ്പെടാതെ നിങ്ങളോട് സ്നേഹത്തിൽ പെരുമാറണോ? ദേവിക ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നന്ദനെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങൾ എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന് അരുന്ധതി പറയുന്നുണ്ടെങ്കിലും ദേവിക ദേഷ്യത്തോടുകൂടി തന്നെ പറയുന്നുണ്ട്, നിങ്ങളല്ലാതെ വേറെ ആരും അത് ചെയ്യില്ല. എന്തായാലും ചന്ദ്രോത്തുള്ളവരോടും നന്ദനോടും ശത്രുതയുള്ള ഒരേ ഒരാൾ നിങ്ങളും നിങ്ങളുടെ മകനും. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് നന്ദനെ തട്ടിക്കൊണ്ടുപോയേക്കണേ. എത്രയും പെട്ടെന്ന് നന്ദനെ എനിക്ക് തിരിച്ചു കിട്ടണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, ദേവിക എന്നൊന്ന് വിശ്വസിക്കുക, നന്ദനെ കാണാതായതിൽ എനിക്കൊരു പങ്കുമില്ല. അന്നേരം ദേവിക പറയുന്നുണ്ട്, നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോയേ, നിങ്ങളോട് എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുമ്പം അരുന്ധതി വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് ദേവികയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ദേവിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ദേവിക ഫോൺ കട്ട് ചെയ്തതും അരുന്ധതി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഋഷിയെ ഇനി അവിടെ പോയി അന്വേഷിക്കും. ഇസബെല്ലയും കെവിനൊന്നും അല്ല ഋഷിയെ തട്ടിക്കൊണ്ട് പോയേക്കണേ, അതുപോലെ ചന്ദ്രോത്തുകാരും അല്ല. ഇനി എനിക്ക് വേറെ ഏതെങ്കിലും ശത്രുക്കളുണ്ടോ, ഞാൻ അറിയാത്ത ഏതെങ്കിലും ശത്രുക്കളാണോ ഋഷിയെ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ ഫോൺ എടുത്ത് CPക്ക് വിളിക്കുന്നുണ്ട്. CP ഫോൺ എടുത്തതും, എന്താ മേഡം ഋഷിമോനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല CP, ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. എനിക്ക് എൻ്റെ ഋഷിയെ ഇപ്പോൾ കാണണമെന്നും പറഞ്ഞ് അരുന്ധതി കരയണ സമയത്ത് CP പറയുന്നുണ്ട്, മേഡം ഒന്ന് സമാധാനപ്പെട്, എന്തായാലും നമുക്ക് പോലീസിൽ അറിയിച്ചാലോ എന്ന് ചോദിക്കുമ്പം, അതെങ്ങനെയാണ് CP നമ്മൾ പോലീസിൽ അറിയിക്കണേ? ഇപ്പോൾ തന്നെ നന്ദൻ ഋഷിയെ കൊന്നു എന്നല്ലേ ആ കെവിനും ഇസബെല്ലേ എല്ലാവരോടും പറഞ്ഞേക്കണേ. അതിന് വിപരീതമായിട്ട് നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം അകത്താകാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും എന്ന് സമയത്ത് CP പറയുന്നുണ്ട്, അത് മേഡം പറഞ്ഞത് നേരാ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മേഡം? ഇനി ഇതിൻ്റെ പിന്നിൽ ചന്ദ്രോത്തുകാരാണോ എന്ന് ചോദിക്കുമ്പം, ഇല്ല CP, ചന്ദ്രോത്തുകാരൊന്നുമല്ല. അവരാണെങ്കിൽ നന്ദനെ കാണാതെ ആകെ ടെൻഷനില്ല. ഇപ്പം തന്നെ കേസ് DYSPയുടെ ഇന്ന് മാറ്റിയിട്ട് SP-നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് ദേവിക പറഞ്ഞത്. അന്നേരം CP ചോദിക്കുന്നുണ്ട്, അതിന് മേഡം ദേവികയെ കണ്ടു എന്ന് ചോദിക്കുമ്പം, ഇല്ല ഞാൻ ഫോൺ ചെയ്തിരുന്നു. അപ്പോൾ ദേവിക പറഞ്ഞത് നമ്മളാ നന്ദനെ തട്ടിക്കൊണ്ട് വന്നേക്കണേന്നാ. അല്ലെന്ന് പറഞ്ഞിട്ട് ദേവിക ഒന്നും വിശ്വസിച്ചിട്ടില്ല. എന്തായാലും കേസന്വേഷണം ഇപ്പോൾ ഊർജിതമായിട്ടുണ്ട്. DYSP കുരുവിളി ആയിരുന്നപ്പം കേസ് ഒഴിപ്പിക്കൊണ്ടിരിക്കുമല്ലായിരുന്നോ? ഇപ്പോൾ SP-നെ കേസ് അന്വേഷിച്ചതോടുകൂടി നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്നാണ് എനിക്ക് തോന്നണേന്ന്. അന്നേരം CP പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഋഷിയെ കാണാനില്ല എന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് SP-ക്ക് കൊടുത്താലോ മേഡം എന്ന് ചോദിക്കുമ്പം, ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, എനിക്കെൻ്റെ മകനെ കണ്ടെത്തണം. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ കെവിനും ഇസബെല്ലയും ജയിലിൽ പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് എൻ്റെ മകൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് ആ സമയത്ത് CP പറയുന്നുണ്ട്, അത് നേരാ മേഡം. കെവിൻ്റെയും ഇസബെല്ലയുടെയും കാര്യം നമ്മളെന്തിനാണ് നോക്കണത്? അവരവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം ചെയ്തത്. അല്ലെങ്കിലും നന്ദൻ ഋഷിയെ കൊന്നു എന്നും പറഞ്ഞ് നന്ദനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കോടികളാണ് അവരുണ്ടാക്കിയേക്കണേ. അന്ന് ആ പ്ലാന്റിന് അനുമതി കൊടുത്ത വകയിൽ ഇസബെല്ലയ്ക്ക് കോടികൾ ആ മേനവും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇസബെല്ലേനെയും കെവിനെയും ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഋഷിമോനെ കണ്ടെത്താനുള്ള വഴി നോക്കണം മേഡം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മേഡം SP ഓഫീസിൽ പോയി നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക, എന്നാലേ നമുക്ക് മോനെ കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന്
പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതീനെയാണ്. പ്രഭാവതിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അന്നേരം രജനി പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ അമ്മയ്ക്കും എന്തെങ്കിലും അസുഖം വരും, അമ്മ എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും കഴിക്കാമേന്ന് പറയുമ്പം എൻ്റെ നന്ദനെ കാണാതെ എനിക്കൊന്നും ഇറങ്ങില്ല മോളെ, എന്തായാലും എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം രജനി പറയുന്നുണ്ട്, അതിന് അമ്മയ്ക്ക് മാത്രമല്ലേ നന്ദനെ കാണാത്തതിൽ വിഷമമുള്ളൂ, ഇവിടെ വേറെ ആർക്കും തന്നെ വിഷമമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ദേവികയൊക്കെ ഇപ്പോഴും പാർട്ടി കാര്യങ്ങളുമായിട്ട് നടക്കാമല്ലേ. ഗിരിയോട് ഞാൻ പറഞ്ഞിട്ട് ഗിരിക്കും വലിയ കുലുക്കമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറയണേ. ആ സമയത്ത് ഈ പ്രഭാവതി പറയുന്നുണ്ട്, എന്തായാലും കുറേ നാളായി നന്ദന് കഷ്ടകാലം തന്നെയാണ്, ഇതോടുകൂടി ആ കഷ്ടകാലമൊക്കെ തീർന്ന് എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഇത്രയും ദിവസം എസ്തപ്പാൻ്റെ വീട്ടിലുണ്ടല്ലോ എന്ന് കരുതി ഞാൻ സന്തോഷിച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ എസ്തപ്പാൻ്റെ വീട്ടിലുമില്ല. ഇതിലും നല്ലത് നന്ദനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഹാജരാക്കി ജയിലിൽ ഇറങ്ങിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നന്ദൻ ജയിലിലുണ്ടെന്നെങ്കിലും വിചാരിച്ച് എനിക്ക് സമാധാനമായിട്ട് കഴിയായിരുന്നു. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, അമ്മയെ കൊള്ളൂലാത്തതുകൊണ്ട് അവളോട് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അവൾ എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്താനുള്ള ഏർപ്പാട് ചെയ്യും, അല്ലെങ്കിൽ തന്നെ ആ DYSPയുടെ അടുത്ത് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടായോ എന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, അതാ ഞാനും ആലോചിക്കണേ, MLAയുടെ ഭർത്താവിനെയും മുൻ MLAയുടെ മകനെ കാണാതെ അയക്കണേ, എന്നിട്ടും അന്വേഷണത്തിൽ ഒരു സ്പീഡും ഇല്ല. ആ സമയത്ത് പ്രഭാവതിയുടെ ഫോണിലേക്ക് ചന്ദ്രമതി വിളിക്കുന്നുണ്ട്. ചന്ദ്രമതി വിളിച്ച് പ്രഭാവതി ഫോൺ എടുത്തതും കരയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി പ്രഭയെന്ന് ചോദിക്കുമ്പം നന്ദനെ കാണാനില്ല എന്ന് പറഞ്ഞു. നീ എന്തൊക്കെയാണ് പ്രഭയെ പറയണേ, നന്ദനെ കാണാനില്ല എന്നോ? ഇതിനു മുമ്പ് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നന്ദനെ എസ്തപ്പാൻ്റെ വീട്ടിലുണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ എസ്തപ്പാൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ നന്ദനെ ആരോ തട്ടിക്കൊണ്ടുപോയി ചന്ദ്രമതിന്ന്. അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട്, പ്രഭ എന്തൊക്കെയാ ഈ പറയണേ, ആര് തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയണേ, അതിന് എസ്തപ്പാൻ്റെ വീട്ടിൽ നന്ദന ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയില്ല, എന്തായാലും നന്ദൻ ഇപ്പോൾ എസ്തപ്പാൻ്റെ വീട്ടിലില്ല, എവിടെയാണെന്ന് ആർക്കും അറിയില്ല, പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല, എന്തായാലും ചന്ദ്രമതി നീ ഇവിടം വരെ ഒന്ന് വരാമോ എന്ന് ചോദിക്കുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, നീ എന്ത് ചോദ്യം ചോദിക്കണേ പ്രഭ, ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്നും പറഞ്ഞ് ചന്ദ്രമതി ഫോൺ വെച്ചിട്ട് എന്തായിരിക്കും നന്ദന് പറ്റിയെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാറുമായിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഭാർഗവീനെയാണ്. ഭാർഗവി ആണെങ്കിൽ ഗൗരിയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് മുരളി പറഞ്ഞു എന്ന് ചോദിക്കുമ്പം ഇല്ല, മുരളിയേട്ടന് ഒരു വിവരവും കിട്ടിയിട്ടില്ല, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ലെങ്കിലും ഇപ്പോൾ ദേവിക തന്നെ SP-യുടെ അടുത്ത് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ അന്വേഷണം വേഗത്തിലാവുമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, ഇതെന്തൊരു മറിമായായി നടന്നുകൊണ്ടിരിക്കണേ, ഒന്നുമില്ലെങ്കിലും ഒരു MLAയുടെ ഭർത്താവിനെയല്ലേ കാണാതെ അയക്കണേ, അത് മാത്രമാണോ മുൻ MLAയുടെ മകനും കൂടി, എന്നിട്ടും പോലീസ് ഇങ്ങനെ ഉഴപ്പുമ്പം സാധാരണക്കാരുടെ കാര്യമാണെങ്കിൽ പോലീസ് എങ്ങനെ അന്വേഷിക്കുമെന്ന്. അന്നേരം ഗൗരി പറയുന്നുണ്ട്, എന്തായാലും ഇതിൻ്റെ പിന്നിൽ അരുന്ധതി മേഡാണോ എന്ന് മുരളിയേട്ടനൊക്കെ സംശയമുണ്ടെന്ന് പറയുമ്പം ഭാർഗവി പറയുന്നുണ്ട്, ചിലപ്പോൾ അവരായിരിക്കും, അവരതിനൊന്നും മടിക്കുന്നവരല്ല, ഒരിക്കൽ ഞാൻ പ്രഭകുഞ്ഞിനെ കാണാതായിട്ട് അവിടെ അന്വേഷിച്ച് ചെന്ന സമയത്ത് അവരെന്നെ കൊല്ലാനായിട്ട് തോക്കെടുത്തുകൊണ്ട് വന്നതാണ്. അന്നേരം ഗൗരി ചോദിക്കുന്നുണ്ട്, അതൊക്കെ എന്നാ അമ്മ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം അന്ന് പ്രഭകുഞ്ഞിനെ കാണാതായപ്പം ഞാൻ അരുന്ധതിയുടെ വീട്ടിൽ അന്വേഷിച്ച് ചെന്നിരുന്നു, അന്ന് അവളെന്നെ കൊല്ലാൻ നോക്കിയെന്ന്. ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട്, അവരൊക്കെ എന്തിനും പോകുന്നവരാ, എന്തായാലും മുരളിയേട്ടനെ അവരോടൊന്നും ഇടപഴകാതിരിക്കണേ നല്ലത്, ഇനി അല്ലെങ്കിൽ മുരളിയേട്ടൻ്റെ ജീവനും ആപത്തിലാവും എന്ന് പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, അതും പറഞ്ഞപ്പോൾ നോക്കി നിൽക്കാൻ പറ്റുമോ, നന്ദമോനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണ്ടേ, എൻ്റെ പ്രഭകുഞ്ഞ് ഇതെങ്ങനെ സഹിക്കുമെന്ന് ചോദിക്കുമ്പം ഗൗരി പറയുന്നുണ്ട്, പ്രഭയാൻ്റി മാത്രമല്ലല്ലോ ദേവികയും ഇത് സഹിക്കുമല്ലേ, ദേവികയും നന്ദനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് ദേവിക എന്തോരം അനുഭവിച്ചു. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, ഈ ദേവിക നന്ദൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നന്ദനൊരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയും മാധവനെയും രാധികേനെയാണ്. മാധവനാണെങ്കിൽ ശാരികയോട് ചോദിക്കുന്നുണ്ട്, മോളെ നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല അച്ഛാ, ഒരു വിവരവും കിട്ടിയിട്ടില്ല, എന്നാലും നന്ദനെ ആരായിരിക്കോ തട്ടിക്കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പം അറിയില്ല അച്ഛാ, എന്തായാലും നിസവല്യോ കെവിനോ അരുന്ധതി മേഡോ ഒന്നുമല്ല, വേറെ ആരോ ആണ് നന്ദേട്ടനെ തട്ടിക്കൊണ്ട് പോയേക്കണേ, അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ശത്രു തന്നെയാണ്, ഇനി അയാൾക്ക് ചന്ദ്രോത്തുള്ളവരോടുള്ള ശത്രുത കൊണ്ട് നന്ദേട്ടനെ തട്ടിക്കൊണ്ട് പോയതാണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, എന്തായാലും ഒരാപത്തും കൂടാതെ നന്ദനെ തിരികെ കിട്ടിയാൽ മതിയായിരുന്നു, എൻ്റെ മോളുടെ ജീവിതം അല്ലെങ്കിൽ പോകില്ലോ എന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയായി പറയണേ, ചേച്ചി ഇനിയും നന്ദേട്ടൻ്റെ കൂടെ ജീവിക്കണം എന്നാണോ അമ്മ പറയണതെന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ശാരി ഇങ്ങനെയൊക്കെ സംസാരിക്കണേ, ഭാര്യ പിന്നെ ഭർത്താവിൻ്റെ കൂടെയല്ലേ ജീവിക്കേണ്ടതെന്ന് ചോദിക്കുമ്പം അത് നല്ല ഭർത്താക്കന്മാരുടെ കൂടെയല്ലേ, ഇതുപോലുള്ളൊരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ ഒരു ഭാര്യയും തയ്യാറാവില്ല, അമ്മയാണെങ്കിൽ തയ്യാറാവുമോ എന്ന് ചോദിക്കുമ്പം രാധിക പറയുന്നുണ്ട്, എന്നിട്ട് ഞാനിപ്പോൾ ജീവിക്കണില്ലേ, മാധവേട്ടൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി, എന്നിട്ട് ഞാൻ മാധവേട്ടനെ നിങ്ങൾ ഇട്ടിട്ട് പോയോ എന്ന് ചോദിക്കുമ്പോൾ മാധവൻ പറയുന്നുണ്ട്, അത് രാധിക പറഞ്ഞത് നേരാ മോളെ, ഞാൻ പണ്ട് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അന്ന് അതെല്ലാം ക്ഷമിച്ചും സഹിച്ചും ഇവളെൻ്റെ കൂടെ തന്നെ നിന്നില്ലേന്ന്.
പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയും കെവിനെയാണ്. കെവിനാണെങ്കിൽ ഇസബല്ലയോട് പറയുന്നുണ്ട്, ബെല്ല ഇനി നമ്മളിവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് എനിക്ക് തോന്നണേ, എത്രയും പെട്ടെന്ന് നമ്മളിവിടുന്ന് പോണതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ഇസബല്ല പറയുന്നുണ്ട്, നമ്മളെങ്ങനെ പോകൂട, ഇപ്പോഴാണെങ്കിൽ നന്ദനെയും കാണാനില്ല, ഋഷിയെയും കാണാനില്ല, ഇവരെ തട്ടിക്കൊണ്ട് പോയത് ആരാന്നൊരു ഊഹം പോലും നമുക്കില്ല. ഇത്രയും ദിവസം നമ്മൾ വിചാരിച്ചിരുന്നത് ഈ നന്ദനെ ചന്ദ്രോത്തുകാർ തന്നെ ഒളിപ്പിച്ചേക്കണേന്നല്ലേ, ഇപ്പം അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെട്ടു. എന്തായാലും നന്ദനെയും ഋഷിയെയും കണ്ടെത്താതെ നമുക്ക് ഇവിടുന്ന് എങ്ങും പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവരെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പം നീ അങ്ങനെയൊന്നും പറയില്ലേ, എന്തായാലും അധികം വൈകാതെ തന്നെ നന്ദനെ കണ്ടെത്താൻ പറ്റുമെന്നാണ് എൻ്റെ മനസ്സ് പറയണേന്ന് പറയുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, അതിന് നന്ദനെക്കുറിച്ചൊരു സൂചന പോലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ നമ്മൾ എങ്ങനെ കണ്ടെത്താനാ, ഇനി നന്ദനെ കണ്ടെത്താനായിട്ട് നിന്നാൽ മിക്കവാറും നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന്. ആ സമയത്ത് ഇസബല്ലയ്ക്കാണെങ്കിൽ ആകെ സമനില തെറ്റിയതുപോലെ ഇസബല്ല ഇങ്ങനെ ദേഷ്യത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം കെവിൻ പറയുന്നുണ്ട്, ബെല്ല നീ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ നടക്കാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത്, എന്തായാലും കുരുവിള സാറുമായിട്ട് ആലോചിച്ച് എത്രയും പെട്ടെന്ന് നമ്മളിവിടുന്ന് പോകാനുള്ള തീരുമാനം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രകാശനാണെങ്കിൽ ഈ മീരയുമായിട്ടുള്ള കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഈ നന്ദനോട് പറയുകയാണ്. അപ്പോൾ നന്ദൻ ചോദിക്കുന്നുണ്ട്, ശരിക്കും പ്രകാശൻ മീരയെ വിവാഹം കഴിക്കാനിരുന്നതാണോന്ന് ചോദിക്കുമ്പം അത് ഞാനും മീരയും ഒരുമിച്ച് ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്, അതിൻ്റെ ഇടയ്ക്ക് മീരയ്ക്ക് അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത്, എന്തായാലും അതിൻ്റെ പിന്നിൽ ഞാനല്ല നീയാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നീയല്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് അതിൻ്റെ പിന്നിൽ ആരാന്ന് നമുക്ക് കണ്ടെത്തണം. അന്നേരം നന്ദൻ ചോദിക്കുന്നുണ്ട്, പിന്നെ മീരയോട് ശത്രുതയുള്ളവരാരാ ഉള്ളത്, നീയല്ല കൊന്നെങ്കിൽ അന്ന് നിനക്കത് കോടതിയിൽ തെളിയിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം പ്രകാശൻ പറയുന്നുണ്ട്, അങ്ങനെ തെളിയിക്കാനുള്ള ഒരു തെളിവും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, തെളിവുകളെല്ലാം എനിക്കെതിരായിരുന്നു, അതാണ് ഞാൻ ശിക്ഷിക്കപ്പെട്ടത്, എന്തായാലും ഇനി ജയിലിലേക്ക് പോണതിന് മുമ്പായിട്ട് തന്നെ മീരയുടെ കൊലപാതകിനെ ഞാൻ കണ്ടെത്തും, അതിന് എനിക്ക് സപ്പോർട്ടായിട്ട് നീ ഉണ്ടാവണം എന്ന്. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, നിന്നേക്കാളും വലിയ പ്രശ്നത്തിലാണ് ഇപ്പോൾ നിൽക്കണേ, ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെടാമെന്ന്. അന്നേരം പ്രകാശൻ ചോദിക്കുന്നുണ്ട്, അതിന് നീ എന്ത് തെറ്റാ ചെയ്തേക്കണേന്ന് ചോദിക്കുമ്പം ഈ ഋഷിയായിട്ട് വഴക്കുണ്ടാക്കിയ കാര്യവും അതുപോലെ ഋഷിയെ കൊന്ന കാര്യവും പിന്നെ ഋഷിയെ കെവിനും എല്ലാവരും ചേർന്ന് കുഴിച്ചിട്ട കാര്യവും ഈ നന്ദനെ ആരോ തട്ടിക്കൊണ്ട് പോകുമെന്ന് പേടിച്ചിട്ട് ദേവികയും എല്ലാവരും ചേർന്ന് എസ്തപ്പാൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച കാര്യമെല്ലാം ഈ നന്ദൻ പ്രകാശനോട് പറയുന്നുണ്ട്. ആ സമയത്ത് പ്രകാശൻ ചോദിക്കുന്നുണ്ട്, ശരിക്കും നീ ആ ഋഷിയെ കൊന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു അടി അടിച്ചേ ഉള്ളൂ, അപ്പോഴേക്കും ഋഷി മരിച്ചു പോയിരുന്നു. അത് കേട്ടതും പ്രകാശൻ പറയുന്നുണ്ട്, നീ പറയണത് കേട്ടിട്ട് എനിക്കങ്ങ് വിശ്വാസമാവണില്ല, ഋഷി മരിച്ചു എന്ന് നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പം അതല്ല പ്രകാശ്, ഞാൻ ഋഷിനെ തല്ലിയപ്പം ഋഷി ഇങ്ങനെ വീണു പോയായിരുന്നു, പിന്നീട് കെവിനെ എന്നെ വിളിച്ച് പറഞ്ഞത് ഋഷി മരിച്ചു എന്ന്. അപ്പോൾ ഈ ഋഷിയെ കുഴിച്ചിട്ടതൊക്കെ ആരാന്ന് ചോദിക്കുമ്പം അത് കെവിൻ തന്നെയെല്ലാം ചെയ്തതെന്ന്. അന്നേരം പ്രകാശൻ പറയുന്നുണ്ട്, നീ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, അതൊക്കെ നിൻ്റെ വെറും തോന്നലായിരിക്കും എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ഇല്ല പ്രകാശെ ഞാൻ കൊന്നതാണ്. അത് കേട്ടതും പ്രകാശനാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും മീരയെ കൊന്ന യഥാർത്ഥ കുറ്റവാളികളെ നന്ദനും പ്രകാശനും ചേർന്ന് കണ്ടെത്തുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.